നമസ്തേ. ഇന്ന് ഡബിൾ ബാരലിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. നമ്മളെ ഈ 2024 ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ BJPയെ വീണ്ടും തെരഞ്ഞെടുത്തു. BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനമേറ്റു. നരേന്ദ്രമോദിജി വീണ്ടും മൂന്നാമതും പ്രധാനമന്ത്രിയായി. സ്വപ്നലോകത്തിൽ തന്നെ ഇരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി ആകുമെന്ന സ്വപ്നലോകത്തിൽ ഇരിക്കുന്ന രാഹുൽജി, അദ്ദേഹം ആ സ്വപ്നലോകത്തിൽ ഇനിയും 5 വർഷം ജീവിക്കാൻ നിയോഗിക്കപ്പെട്ടു. അതൊക്കെ സത്യങ്ങൾ അങ്ങനെ നടക്കും. പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ എനിക്ക് BJPയോട് തോന്നിയ യോജിപ്പില്ലായ്മ, എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് ഞാനത് പറയുന്നു. അത് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളുന്നില്ല, എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രസ്ഥാനത്തിലേക്ക് മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കുണ്ടായി. അത് നരേന്ദ്രമോദി ഭരണത്തിൽ വരും, ഒരു ശക്തമായ ഭരണമുണ്ടാകും, ആ ഭരണത്തിന്റെ ഒരു പങ്കാളികളാകണം, അവരുടെ പ്രസ്ഥാനം ഇനി ഒരിക്കലും വരില്ല എന്ന ഒരു ബോധത്തോടു കൂടി അവർ കടന്നു വരികയാണ്. ഇപ്പൊ കേരളത്തിൽ പല നേതാക്കന്മാർ വന്നു. AK ആന്റണിയുടെ മകൻ വന്നു, കരുണാകരന്റെ മകള് വന്നു, മറ്റ് പല പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള പലവരും പാർട്ടിയിലേക്ക് കടന്നു വന്നു. അത് കേരളത്തിലെ കഥകൾ. അപ്പം ഈ കടന്നു വന്ന പലവരും പെട്ടെന്ന് പല പല സ്ഥാനങ്ങളിലേക്ക് എത്തുക, അത് ഈ ഒരുപാട് പ്രസ്ഥാനം ഒന്നുമല്ലാത്ത കാലത്ത് ഈ പ്രസ്ഥാനം എന്തെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഉണ്ടാകുമോ എന്ന് ഒരു ബേജാറായി നടക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ഗുജറാത്തിലും അങ്ങ് ഉത്തർപ്രദേശിലൊക്കെ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുമ്പോൾ, അങ്ങനെ ഗുജറാത്തിൽ ഭരണം കിട്ടിയപ്പോൾ, അങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിലൂടെയൊക്കെ പ്രവർത്തകർ ബാൻഡടിച്ചും ആഘോഷിച്ചും നടന്ന ദിവസങ്ങളുണ്ട്. ഒരു TVയോ അല്ലെങ്കിൽ ഒരു പത്രമാഫീസിന്റെ മുന്നിലോ ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ അവിടെ ആ ബോർഡ് നോക്കി നിന്നുകൊണ്ട് എവിടെയെങ്കിലും BJPക്ക് ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ കീശയിൽ നിന്ന് ആരും കാണാതെ ആ കൊടിയെടുത്തൊന്ന് വീശുന്ന അത്രയും തൻ്റെ ഇടമുള്ള പ്രവർത്തകരുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തകരൊക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ പരിമിതികൾ ഉണ്ടാവും. അവരൊക്കെ ഒരു ആദർശത്തിന്റെ മേലെ വരുന്ന പ്രവർത്തകരാണ്. അല്ലാതെ ഇതിൽ എന്തെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു MLA, ഏതെങ്കിലും MP, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല എന്ന് നല്ല ബോധ്യത്തോടു കൂടി പ്രസ്ഥാനത്തിൽ വരുന്നവരാ. ഇതിൽ നിന്ന് വല്ല 5 കാശുണ്ടാക്കി നക്കണമെന്നുള്ള ആഗ്രഹവും ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവർ പ്രവർത്തിച്ച് ഈ പ്രസ്ഥാനത്തിന് വലുതാക്കാൻ നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടവരുണ്ട്. ഒരുപാട് ജീവിതത്തിന്റെ 3/4 ഭാഗവും പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച് കഷ്ടപ്പെട്ടവരുണ്ട്. അതിനിടയിൽ ചിലവരൊക്കെ കുറച്ച് വർഷങ്ങൾ കഷ്ടപ്പെട്ടു. അങ്ങനെ പലരും അവരവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ മറന്നുകൊണ്ട് പെട്ടെന്ന് വരുന്നവരെ നമ്മൾ കൂട്ടണം, വരുന്നവരെ കൂട്ടണം, സംസാരിച്ച് കൂട്ടുകയൊക്കെ ചെയ്യണം. അത് ഒരു പരിധി വരെ മാത്രം അവരെ പ്രൊജക്റ്റ് ചെയ്യണം. പക്ഷെ ഇതങ്ങനെയല്ല ഇന്ന് BJPയിൽ കാണുന്നത്. ഇവര് കയറി സ്റ്റേജിലൊക്കെ ഇരുന്നങ്ങ് വരങ്ങി വലസി, അത് കഴിഞ്ഞ ഉടനെ അവർക്കൊരു സീറ്റ് കിട്ടുന്നു. ഇന്നിപ്പോ PC ജോർജ് എന്ന് പറയുന്ന ആളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അയാൾ വന്നത് കൊണ്ടൊന്നും
ഒരു ക്രിസ്ത്യാനിയെയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. PC ജോർജിനെ കണ്ടുകൊണ്ട് ഒരു ക്രിസ്ത്യാനികളും ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ പോകുന്നില്ല. സംശയമില്ലാത്ത കാര്യമാണത്. കാരണം അദ്ദേഹത്തിന് വെറും തെറി പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അയാൾക്ക് കണ്ടവനോടൊക്കെ എടാ പോടാ ഇറങ്ങിപ്പോടാ അത് ഇത് ചവറെന്നൊക്കെ പറയുക. അപ്പൊ അയാൾക്ക് ഇപ്പോ ആരും കൂട്ടാത്തത് കൊണ്ട് കയറി വന്ന ഒരിടമാണ് BJP. അവിടെ ഒരു ലെവൽ വരെ മാത്രമേ അയാളെ കൊണ്ട് നടക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിന് പകരം അയാള് ഒറ്റക്ക് പത്രസമ്മേളനം വിളിക്കുക, സംസാരിക്കുക. അയാൾക്ക് ഇതിനൊക്കെ ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? ഇതില് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയൊരു ഇത് മുതൽ കണ്ട ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോ വല്ലാത്ത ഒരു ബേജാറ് തോന്നി, ഒരു ടെൻഷൻ ഉണ്ടാവും. ഈ പ്രസ്ഥാനം എങ്ങോട്ട് പോകുന്നു എന്നുള്ളത്. പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിച്ച ആൾക്കാരെ മറക്കാതിരിക്കുക. അവരെ മറന്നുപോയാൽ കേരളത്തിൽ ഒരു സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് ഭരണം പിടിക്കാം എന്നുള്ള വ്യാമോഹം വേണ്ട. ഇതിനു വേണ്ടി ജീവിച്ച ആൾക്കാരുണ്ട്, അവരെ മറക്കരുത്. ജീവൻ കൊടുത്തവരുണ്ട്, ബലിദാനികളുണ്ട്, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വെട്ടിമാറ്റിയിട്ട് കാലും കയ്യും വിരലുകളും ചെവിടും മൂക്കും കണ്ണ് ഇങ്ങനെയുള്ള പല അവയവങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട്. ഇന്നും ഉണ്ട് സദാനന്ദ മാഷൊക്കെ 2 കാലും ഇല്ലാതെ നടക്കുന്നുണ്ട്. അയാൾ എന്തോ ഒരു സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. റിട്ടയർ ആയതിനു ശേഷം പാർട്ടിയിൽ കുറച്ച് സജീവവുമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ നല്ല ചെറുപ്പ പ്രായത്തിലാണ് അദ്ദേഹത്തിന്റെ 2 കാലും നഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള എത്ര പേര്, ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. 1 അല്ല 4 എപ്പിസോഡ് ചെയ്താലും തീരില്ല. അതാണ് അതിന്റെയൊക്കെ കഥ. കേന്ദ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ BJPന്റെ വലിയ ബുദ്ധിയില്ല, വലിയ വലിയ ആൾക്കാരാണ്. അമിത്ഷാ ആയാലും നരേന്ദ്രമോദിജി ആയാലും മറ്റ് പ്രസ്ഥാനത്തിന്റെ പല പല സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ രാഷ്ട്രീയത്തിന്റെ ചാണക്യന്മാർ എന്നൊക്കെയാണ് പറയാറ്. എന്ത് ചാണക്യന്മാരാണെന്ന് തോന്നിപ്പോകുന്നു. ഇതേ തരത്തിൽ അഖിലേന്ത്യാ തലത്തിലും പാർട്ടിയിലേക്ക് ഒരു ഒഴുക്കിന്റെ പേരിൽ കയറി വരുന്നവർക്ക് സീറ്റ് കൊടുക്കുക. അങ്ങനെ സീറ്റ് കൊടുത്തതിന്റെ കാരണമായിട്ട് ഉത്തർപ്രദേശിലെ 33ഓളം സീറ്റ് നഷ്ടപ്പെട്ടു. 33 സീറ്റോളം നഷ്ടപ്പെട്ടു പോയി. ഒരു രക്ഷയും കിട്ടിയില്ല, ജയിക്കാൻ പറ്റിയില്ല. അവർക്കത് നഷ്ടപ്പെടുകയാണ് അവിടെ ഉണ്ടായത്, അല്ലേ? ഇന്നിപ്പം 10-13 സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടന്നതിൽ എല്ലാ സ്ഥലങ്ങളൊന്നും ബി ജെ പിക്ക് അത്ര വലിയ ഒരു പ്രാതിനിധ്യമുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ ഈ താഴേക്കടയിലുള്ള പ്രവർത്തകരെ ഇതിന് മുമ്പ് ഇപ്പൊ ബദ്രിനാഥ്, ഞാൻ ആ സ്ഥലത്തിന്റെ പേരാണ് ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയത്. അതാണ് ബദ്രിനാഥില് പിന്നെ തോറ്റു. അവിടെ ചിലപ്പോൾ ജയിക്കുമായിരുന്നു. അവിടെ കോൺഗ്രസിൽ ഒരു MLA വെറുതെ പിടിച്ചു കൊണ്ടുവന്നു. അയാളെ കോൺഗ്രസിന്റെ MLA ആയി ജയിച്ച ആളാ. അവിടെ എന്തോ അടിയുണ്ടായി, അല്ലെങ്കിൽ ഈ പ്രാവശ്യം നരേന്ദ്രമോദി വരുമ്പോൾ എങ്ങനെയെങ്കിലും കയറിക്കൂടി വല്ല സ്ഥാനവും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഒരു MLA അങ്ങോട്ട് വന്നു. ഇത് ഉത്തർപ്രദേശിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെ അയാൾ ഇങ്ങോട്ട് കടന്നു വന്ന് ഇവിടെ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒരുപാട് വലിയ വലിയ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മത്സരിച്ചത് അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആവും. സംസ്ഥാന പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, അങ്ങനെയാണ് അവിടെ മത്സരിച്ചിരുന്നത്. അയാൾക്കൊക്കെ വീണ്ടും അവിടെ മത്സരിക്കണം, ജയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആൾ അയാളൊക്കെ. അപ്പൊ അയാളൊക്കെ തഴയപ്പെട്ടിട്ട് ഇന്നലെ വന്ന കോൺഗ്രസ് നിന്ന് വന്ന ഒരു MLA ആയതുകൊണ്ട് അയാൾക്ക് അവിടെ സീറ്റ് കൊടുക്കുക. അയാൾ ജയിക്കുമെന്ന് പാർട്ടിയുടെ തെറ്റായ കണക്ക് കൂട്ടൽ. ജയിച്ചോ? ജയിച്ചില്ല, തോറ്റു. അങ്ങനെ 2-3 സ്ഥലത്ത് മാത്രമേ BJPക്ക് കിട്ടാൻ അർഹതയുള്ളൂ.
ആ സ്ഥലങ്ങളിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. ബാക്കി എവിടെയും ജയിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എവിടെയും ജയിക്കാൻ പിന്നെ തമിഴ്നാടാണ് ഒരു സീറ്റ്. DMKക്കെ കിട്ടുള്ളൂ. അവിടെ BJP അത്ര ആയി വന്നിട്ടൊന്നുമില്ല. ആയി വരുന്നേ ഉള്ളൂ. അണ്ണാമല അതിനു വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നു. അണ്ണാമലയുടെ മാതിരി ഒരു നേതാവ് വന്നു. അയാൾ സ്വന്തമായിട്ട് അവിടെ ഒരു അഡ്രസ് ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് അയാൾ MLA ആയി, അയാൾ മന്ത്രിയാകുക, പ്രധാനമന്ത്രി ആയാലും ശരി, അതിനെ അംഗീകരിക്കാൻ ആളുണ്ടാവും. കാരണം അയാൾ അടിത്തട്ടിൽ മുതൽ പ്രവർത്തിച്ച് അവിടെ ഒന്നുമില്ലാതെ കിടക്കുന്നതിനെ കോർത്തിണക്കി ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഒരു മാല ഉണ്ടാക്കുകയാണ്, എല്ലാ മണികൾ കോർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ വിജയം ഉണ്ടാവും, അത് ശരിയാണ്. അത് ഉണ്ടാവാൻ പോകുന്ന കാര്യമാണ്. ആ സമയത്ത് അയാൾ ഭരിച്ചെന്നും വരാം, അത് വേറെ കഥ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ബദരിനാഥില് സംഭവിച്ചു, അങ്ങനെ തോറ്റു. ഇതേ തരത്തിൽ തന്നെയാണ് ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിൽ MP സ്ഥാനത്തേക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാത്ത മറ്റ് പ്രസ്ഥാനത്ത് നിന്ന് വന്നതും ജനങ്ങളെ ഇടയിൽ യാതൊരു പേരില്ലാത്തവർക്കും ഒക്കെ ഇത് ഉത്തർപ്രദേശിലെ ചില ആൾക്കാരോടൊക്കെ സംസാരിച്ചതിന്റെ പേരിലാണ് പറയുന്നത്. BJP എന്ന പ്രസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന്റെ ബേജാറ് കൊണ്ടുമാണ് പറയുന്നത്. ആ പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. അത്രയും അടിത്തറയുള്ള പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിന്റെ താഴെ തട്ട് മുതൽ ഓരോ സംഗതിയും നോക്കിക്കൊണ്ട് ചെയ്തു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വിഷമം കൊണ്ടാണ് ഇത് പറയുന്നത്. മഹാരാഷ്ട്രയില്, ബോംബെയിൽ വെറുതെ ഒരു വേണ്ടാത്ത പണി ചെയ്തില്ലേ? കാരണം ശിവസേന എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു ശക്തമായ ഹിന്ദു പ്രസ്ഥാനമാണ്, ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്, മറാഠി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിനെ രണ്ടാക്കി BJP ഭരണം പിടിച്ചു. അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്, BJPക്ക് അവിടെ ഭരണം പിടിക്കണം. കാരണം പല പ്രൊജക്റ്റുകൾ തുടങ്ങി വെച്ചത് കോൺഗ്രസിന് ഇവർക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ കൊണ്ടുപോയി. ബുള്ളറ്റ് ട്രെയിനിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയൊക്കെ കോടാനുകോടി ലോണൊക്കെ ഈ ജപ്പാൻ ഫൈനാൻസിങ് ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലോണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേൾഡ് ബാങ്ക് അങ്ങനെയൊക്കെ പല ലോണുകൾ അതിനൊക്കെ വേണ്ടി ശരിയാക്കിയിട്ടുണ്ട്. പല അന്താരാഷ്ട്ര ഇതിൽ നിന്നും പൈസ വരുന്നുണ്ട്. അപ്പൊ അത് മുഴുവൻ നിർത്തിവെക്കേണ്ടതും പിന്നെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് ഒരിക്കലും ആ രാജ്യത്തിൽ നിന്നും ഒരു രൂപ പോലും കിട്ടാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇന്ന് മഹാരാഷ്ട്രയിലെ ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത്രയും അടിത്തറയുള്ള ബാൽ താക്കറയെ പോലെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നേതാവാണ് അയാൾ, ബാൽ താക്കറെ. അപ്പൊ ഈ ബാൽ താക്കറയെ പോലെയുള്ള ഒരു 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 ധീരനായ നേതാവിന്റെ അയാൾ പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ടെന്നൊക്കെ മറ്റുള്ളവർക്ക് എതിരാണെങ്കിലും പിന്നെ അയാൾ ഒരു ഹിന്ദു ആയിരുന്നു, ഒരു ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ശബ്ദമായിരുന്നു. അതുകൊണ്ട് അയാളൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ പ്രസ്ഥാനത്തിനെ രണ്ട് വിഭാഗമാക്കി രണ്ടാക്കി തിരിച്ചു. ഒരാളിപ്പോ മുഖ്യമന്ത്രിയായി ഇരിക്കുകയാണ്, അയാളുടെ മകൻ മൂലക്കിരിക്കുകയാണ്. ഇത് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അത് ഇഷ്ടപ്പെടാത്ത വലിയ ഒരു വിഭാഗമുണ്ട്. അപ്പൊ അത് ചെയ്തതൊരു തെറ്റാണ്. എന്ത് ചാണക്യ പ്രവർത്തനമാണെങ്കിലും അത് തെറ്റാണ്. അത് ചെയ്തതിനെ എവിടെയെങ്കിലും വിമർശിക്കണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിത് പറയുന്നത്. പറയാതിരിക്കാൻ സാധിക്കില്ല, ഇല്ല, സത്യം തുറന്നു പറയണം. അതിനുവേണ്ടിയാ ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയത് തന്നെ. എനിക്ക് ആരതും നെഗറ്റീവ് പറയാൻ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് നാട്ടിൽ നടക്കുന്ന സത്യങ്ങൾ, ആ സത്യം സത്യമായി ജനങ്ങളോട് പറയണം എന്ന് ആഗ്രഹമുണ്ട്. അത് കോൺഗ്രസിനെ പറ്റിയായാലും ഞാൻ പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ പറ്റിയിട്ടായാലും ഞാൻ അറിഞ്ഞ സംഗതി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയും. അതിന് നിങ്ങൾ പലതരത്തിലും എന്നെ വിമർശിക്കുന്നുണ്ട്, പലതരത്തിലുള്ള കമന്റുകളൊക്കെ എല്ലാവരും ഇടുന്നുണ്ട്. അതിനൊക്കെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. ചില വൃത്തികെട്ട വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് ചില അവരുടെ സംസ്കാര പ്രകാരത്തിൽ ഉണ്ടാകുന്ന വാക്കുകളാണ്, ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഒരു തരത്തിലുള്ള
ഒരു സൈഡഡ് ആയിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് ആ രാഷ്ട്രീയമുണ്ട്. വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ്. ഞാനൊരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ തുറന്നു പറയുന്നത്. അങ്ങനെ മഹാരാഷ്ട്രയില് ശിവസേനയെ രണ്ടാക്കി. അതിനിടയിൽ ആ എൻസിപിനെ പിടിച്ച് രണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യവും അയാൾ വന്നത് കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ അതും രണ്ടാക്കി. ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ബി.ജെ.പി. ആലോചിച്ചില്ല എന്നെനിക്ക് തോന്നുന്നു. വലിയ ചാണക്യന്മാര് ആ ഒരു ബാങ്കിൽ നിന്ന് വരുന്ന ഫണ്ടുകളുടെയും അല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫണ്ടുകളുടെയൊക്കെ പറ്റി ആലോചിച്ചിട്ട് ചെയ്തതായിരിക്കണം. എങ്കിലും അത് വേണ്ടിയിരുന്നില്ല. നമ്മൾ കാത്തിരിക്കണമായിരുന്നു. അവർ തന്നെ അടിച്ചു പിരിഞ്ഞ് കോൺഗ്രസും ശിവസേനയൊക്കെ ഇല്ലാതായിക്കൊണ്ട് അത് അങ്ങനെ നിന്നു പോകുന്നതായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് ശിവസേനക്ക് കിട്ടിയ ചില സീറ്റ്, ഒരു 6-7 സീറ്റ് ഇന്ന് എൻ ഡി എക്ക് ഒരു അല്ല ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തി കൂട്ടുന്ന തരത്തിലായില്ലേ? എന്തിന് അതിനൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ചില വേണ്ടാത്ത പണികൾ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരോ എന്തോ നമ്മൾ കാത്തു നിൽക്കണം. നമുക്ക് അത്ര വലിയ പെട്ടെന്നൊന്നും എവിടെയും ഭരണം കിട്ടിയിട്ട് അങ്ങനെ വലിയൊരു കാര്യമൊന്നും അങ്ങനെ ചെയ്യുമ്പോൾ ബി.ജെ.പിക്കുള്ള ആ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. ബി.ജെ.പി എന്ന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഒരു അന്തസ്സും ഒരു നൊമ്പരമൊക്കെ ഉണ്ട്. അതിനാണ് കോട്ടം തട്ടുന്നത്. ഇതിപ്പം സാധാരണ ഒരു പാർട്ടി പ്രവർത്തകന്റെ മനസ്സിലുണ്ടാകും ഇതൊക്കെ പറയാൻ സാധിക്കില്ല. ഞാൻ അതല്ലാത്തത് കൊണ്ട്, പക്ഷെ ഞാൻ നരേന്ദ്രമോദിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളായത് കൊണ്ടുമാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. ഞാനിന്ന് പാർട്ടിക്ക് വേണ്ടി തുറന്ന് സ്റ്റേജുകളിൽ എവിടെയും പ്രവർത്തിക്കുന്ന ഒരാളല്ല ആയിരുന്നു. 1987 മുതൽ ഇങ്ങോട്ട് ഞാൻ ഒരുപാട് കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ആ കൂടെ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും ഇന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവരെ മനസ്സിന്റെ ഉള്ളില് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ പറ്റി നേതാക്കന്മാര് അവരെ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. എന്നും മോഡി എന്ന് വിളിച്ചിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അവിടെയും പോയി മോഡിയെ വിളിക്കുക, അതല്ല പ്രസ്ഥാനം. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ പോയിട്ട് മോഡി എന്ന് വിളിച്ചാൽ സംഗതി നടക്കൂ. എന്തെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയാലും അവിടെയും മോഡി. എന്തെങ്കിലും ഒരു ബോർഡിലേക്കില്ല ചെറുവേന അവിടെയും പോയി മോഡി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും മോഡിയാകണം. നമ്മൾ ഓരോരുത്തരും മോഡിയാകണം. അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശവും. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അദ്ദേഹം ഒരാൾ മാത്രം നന്നായത് കൊണ്ട് ഇന്ത്യ നന്നാക്കാനൊന്നും പറ്റില്ല. കാരണം 60 വർഷത്തോളം ഭരിച്ച് ഇന്ത്യയെ കുട്ടിച്ചോറാക്കി വെച്ചതാണ്. അതിനെ മുഴുവൻ നന്നാക്കി എടുക്കണമെങ്കിൽ വലിയൊരു പണിയുണ്ട്. അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം ഒരാളായിട്ട് കാര്യമില്ല. എല്ലാവരും അദ്ദേഹമാകണം, അദ്ദേഹത്തിന്റെ മാതിരിയാകണം. അതൊരാവശ്യമാണ്. പക്ഷെ പാർട്ടി ചെയ്യുന്ന ഇന്നത്തെ ഈ ചില വികൃതമായ ഒരു സംഗതികൾ, ഇപ്പൊ കർണാടകയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവേണ്ട വലിയൊരു പരാജയത്തിന്റെ കാരണം എന്താ വെച്ചാൽ ഇത് തന്നെയാണ്. പ്രസ്ഥാനത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ സീറ്റ് കൊടുത്തിട്ട് ഷുവറായിട്ട് ജയിക്കുന്ന പല സീറ്റുകളും നഷ്ടപ്പെടുത്തി. പല സീറ്റുകളും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരാവശ്യമില്ലായിരുന്നു. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് തന്നെ നമ്മൾ ബി.ജെ.പി. ജയിക്കേണ്ട ഉറപ്പില്ല സ്ഥലത്ത് തോൽക്കേണ്ടി വന്നിട്ടുണ്ട്. വെറുതെ തോറ്റതാണ് അതൊക്കെ. കോൺഗ്രസിന് ഒരു ജയം ഉണ്ടാക്കി കൊടുത്തതാണ് അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാർട്ടിയുടെ വലിയ ചാണക്യനായ അമിത്ഷയൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നറിയില്ല. അയാളെ മുന്നിൽ ഈ പറയുന്ന ഞാനൊക്കെ ഒരു ശിശുവാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെ മനസ്സിന്റെ അകത്ത് നമ്മളെ വികാരം നമ്മൾ എവിടെയെങ്കിലും പറയണമല്ലോ, അതുകൊണ്ട് പറയുന്നു.
പാർട്ടിയിലേക്ക് വന്ന് കുറെ കാലം പ്രവർത്തിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കൊടുക്കുന്നതിൽ സ്ഥാനം കൊടുക്കണം, മുന്നോട്ട് വരണം ഒക്കെ വേണം. ഇത് വരുന്ന ആർക്കെങ്കിലും മെമ്പർഷിപ്പും കൊടുത്ത് ഒരു ബൊക്കയും കൊടുത്തൊരു ഷോളും ഇടിയിച്ച് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പിറ്റേ ദിവസം പറയണം അവൻ സ്ഥാനാർത്ഥിയാണ്. അത് മറ്റില്ല ഒരു കേഡറായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വിള്ളല് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കിന്നും അറിയുന്നില്ല. സംഘത്തിന് നിങ്ങളെ ബി.ജെ.പിയുടെ കാര്യങ്ങൾ നോക്കി നടക്കലല്ല പണി. സംഘത്തിന് സംഘത്തിന്റെ പണികളുണ്ട്. നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ തൊട്ടതിനും വെച്ചിനും ആർ.എസ്.എസ്, ആർ.എസ്.എസ്, ആർ.എസ്.എസ് എന്ന് പറയും. ഈ ആർ.എസ്.എസും ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ്? അതെന്തൊക്കെ തമ്മിൽ സംസാരിക്കുന്നു? എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതിന്റെ പ്രവർത്തനം എന്താണ്? ഇതിന്റെ പ്രവർത്തനം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല. ജനങ്ങളെ സംബന്ധിച്ചോളം കയ്യിൽ ഒരു ചരട് കെട്ടിയാലും ഒരു പൊട്ട് പൊട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു ഹിന്ദു ഇതിൽ പോയാലും ഒരു അമ്പലത്തിൽ പോയാൽ അവൻ വരെ സംഘിയാണ് കേരളത്തില്. മറ്റുള്ള സ്ഥലത്തിൽ പിന്നെ അതില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആയാലും ഇതിനൊക്കെ സംഖ്യ ഒരു കാവ്യം മുണ്ടുടുത്താൽ പണ്ട് സംഖ്യയായിരുന്നു. ഇപ്പൊ അത് ഒന്നും മറികടക്കാൻ വേണ്ടി എല്ലാ പ്രസ്ഥാനത്തിലും ഇല്ലവരും തുടുക്കാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അതിനോട് ആരും കുറ്റമൊന്നും പറയണ്ട. ആർഎസ്സുകാർക്ക് ഇതൊന്നും അല്ല പണി. ആരെ തെരഞ്ഞെടുപ്പിൽ നിർത്തണം, ആരെ നിർത്തണ്ട, ആരെ ഇതാക്കണം എന്നൊന്നും പറഞ്ഞു നടക്കല്ല എന്ന പണിയൊന്നും ആർ.എസ്.എസിന്റെ പണിയല്ല. ആർ.എസ്.എസ് ഇതൊന്നും അവലോകനം ചെയ്യാനോ ഇതിന്റെ വയ്യാലെ നടക്കാനോ ഇതിന്റെ പുറകെ നടന്ന് സമയം കളയാനോ നിൽക്കുമെന്ന് എന്റെ ഒരു ഇതില് തോന്നുന്നില്ല. കാരണം ഞാനും ആ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ആളാണ്. എന്നും അതിനു വേണ്ടി ജീവിക്കും. മരണം വരെ ഒരു ആർഎസ്സുകാരനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആഗ്രഹിക്കുന്നതല്ല, അങ്ങനെയാണ്. ആഗ്രഹിക്കുന്നതെന്നല്ല, അങ്ങനെയാണ്. അതിൽ യാതൊരു വ്യതിചലനവും ഇല്ലാത്ത ഒരു 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 ഇതാണത്. അപ്പൊ ഞങ്ങൾക്കറിയാം എന്താണ് സംഘം എന്ന്. നാട്ടുകാരെന്തോ പറഞ്ഞോട്ടെ, ഈ ന്യൂസ് ചാനലുകാരെന്തോ പറഞ്ഞോട്ടെ, പല പല ന്യൂസ് ചാനലുകളിലും എന്താണ് സംഘം എന്നറിയാത്തവർ എന്തൊക്കെയോ ഏത് നേരവും ആർ.എസ്.എസ് എന്ന് പറയുന്ന കേൾക്കാം. അത് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചു പറയണമെന്ന് തോന്നാറുണ്ട്. പിന്നെ എന്ത് എന്താണ് ഇതിനൊക്കെ മറുപടി പറയാന്ന് വരെ തോന്നിപ്പോ. അപ്പൊ അത് സംഗതി കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോണ്ട. അപ്പൊ അതുകൊണ്ട് ഈ ചാണക്യന്മാരായ വലിയ വലിയ നേതാക്കന്മാര് മഹാരഥന്മാരിങ്ങനെ നിരന്ന് 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 നിൽക്കുന്ന, ഇനി എത്ര പ്രസ്ഥാനത്തിന്റെ എത്ര നേതാക്കന്മാര് പോയാല് അത്രയും നേതാക്കന്മാര് പുറകിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ. ആ ആ പാർട്ടിയെ തോൽപ്പിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് മറ്റു പ്രസ്ഥാനത്ത് നിന്ന് പെട്ടെന്നുള്ള ഒരു ആവേശത്തിന്റെ മേലെ പാഞ്ഞു കയറി ഇങ്ങോട്ട് വരുന്നവർക്ക് മാലയും ഇട്ട് സ്വീകരിച്ച് അവരെ പട്ടുമെത്തയിൽ ഇരുത്തിക്കൊണ്ട് പഴയ പ്രവർത്തകനെയൊക്കെ മറന്നു പോകുന്ന ആ ഒരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ, അത് ഇനിയെങ്കിലും നിർത്തണമേ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്തേ.